ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ല, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന സെയിം ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അതിനായി ഞാനിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര അളവ് വേണം അത്രയും നമുക്ക് തേങ്ങ എടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ ഒരു തേങ്ങയുടെ അളവിൽ നമുക്ക് 2 കപ്പ് വരെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കിട്ടും. ഇനി ഇതൊന്ന് നമുക്ക് ചിരട്ടയിൽ നിന്നൊന്ന് മാറ്റിയെടുക്കണം. ഇതൊരു കത്തി വെച്ച് നമുക്ക് സൈഡിൽ നിന്നൊന്ന് വിടിപ്പിച്ചാൽ മാത്രം മതി. നമുക്ക് പെട്ടെന്ന് കിട്ടും. നമ്മൾ ഇങ്ങനെ ഇതാക്കുന്നില്ലെങ്കിൽ നമുക്ക് ചിരകിയും എടുക്കാം. ചിരകി എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ബ്ലാക്ക് വരും. അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. നമുക്ക് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ചിരട്ടയിൽ നിന്ന് വിടിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇതേപോലെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിലുള്ള ബ്ലാക്ക് ഒന്ന് നമുക്ക് ഒഴിവാക്കണം. ഒരു പീലർ വെച്ച് ഇതൊന്ന് പീൽ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് പണി കഴിയും. അല്ലെങ്കിൽ കത്തി വെച്ച് ചെയ്താലും മതി. ഇതിൻ്റെ ബ്ലാക്ക് കോഡ് എടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് കാണുന്നൊരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ബ്ലാക്ക് ഒഴിവാക്കുന്നത്. ഇനി നമുക്ക് എല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് മിക്സിയിലും പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെറിയ പീസാക്കി എടുക്കുന്നത്. ഇനി മിക്സിയുടെ ചെറിയ ജാറിൽ നമുക്കിത് പകുതി ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. മുഴുവനായി ഇടുമ്പോൾ നമുക്ക് പൊടിയാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമുക്ക് പകുതിയായി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കിട്ടേണ്ടത്. നല്ല പൊടിയായിട്ട് കിട്ടണം തേങ്ങ. ഇനി ഞാനൊരു സ്റ്റൗവിൽ ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളമോ അല്ലെങ്കിൽ ഓയിലോ ഒന്നും പാടില്ല. അതിലേക്ക് നമുക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് ആക്കിയെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇത് നന്നായി തന്നെ നമുക്ക് ഇളക്കി കൊടുക്കണം. എല്ലാ വശത്തും നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ പരുവം എന്ന് വെച്ചാൽ നമ്മുടെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി ഇത് നന്നായി ഡ്രൈ ആയി കിട്ടണം. അതാണ് ഇതിൻ്റെ പരുവം. ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.